Sevens Golden Diamonds, Ermalur, Vadadala. പള്ളുരുത്തി ഏർനാട് വനദുർഗാദേവി ക്ഷേത്രത്തിലെ ശ്രീഭൂതകാല നാഗയക്ഷിയുടെ പുതിയ ശ്രീകോവിലിൽ പുനഃപ്രതിഷ്ഠ നടന്നു. പശ്ചിമ കൊച്ചിയിലെ അതിപുരാതനമായ പള്ളുരുത്തി ഏർനാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശ്രീഭൂതകാല നാഗയക്ഷിയുടെ പുതിയ ശ്രീകോവിലിൽ പുനഃപ്രതിഷ്ഠ നടന്നു. ആമേട മംഗലത്തുമന ശ്രീ നീലകണ്ഠൻ നമ്പൂതിരിപ്പാന്റെ കാർമ്മികത്വത്തിൽ രാവിലെ 10 മണിക്ക് പ്രതിഷ്ഠാകർമ്മങ്ങൾ ആരംഭിച്ചു. 12 മണിക്ക് പ്രതിഷ്ഠിക്കുകയും തുടർന്ന് ബ്രഹ്മ കലശാഭിഷേകവും വിശേഷാൽ പൂജകളും നടന്നു. കർമ്മവും ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ശ്രീ വനദുർഗ ഭഗവതിക്കും മറ്റു ഉപദേവന്മാർക്കും കലശാഭിഷേകം പ്രത്യേക പൂജകളും ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീജിത്ത് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലും നടന്നു. പശ്ചിമ കൊച്ചിയിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് പള്ളുരുത്തി ഏർനാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം ദുർഗാ ഭഗവതിയുടെ ശ്രീകോവിലിൻ്റെയും ശ്രീചക്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെയും അതുപോലെ നാഗങ്ങളുടെ പ്രതിഷ്ഠകളും എല്ലാം കഴിഞ്ഞു. അവസാനം ശ്രീ ഭൂതകാല നാഗേക്ഷിയമ്മയുടെ കോവിലിൻ്റെ പണി പൂർത്തിയായി. അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം ഇന്ന് നടക്കുകയാണ്. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ശ്രീ ഭൂതകാല നാഗേക്ഷിയമ്മയുടെ പ്രതിഷ്ഠയുള്ളൂ. ഈ നൂറ്റാണ്ടിൽ വളരെയധികം പഴക്കമുള്ളൊരു വിഗ്രഹമാണ് നമ്മുടെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ശ്രീ ഭൂതകാല നാഗേക്ഷിയമ്മയുടെ വിഗ്രഹം. കേരളത്തിലെ വളരെ അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളിലുള്ള തന്ത്രിമാർ പറഞ്ഞു ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഭൂതകാല നാഗേക്ഷിയമ്മയ്ക്ക്. ഇന്നത്തെ ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദേവിക്ക് കലശവും പ്രത്യേക നവക പൂജയും ഗണപതി ഹോമവും മറ്റ് പ്രത്യേക പൂജകളും എല്ലാം തന്ത്രിയുടെ നേതൃത്വം നടക്കുന്നുണ്ട്. വളരെയധികം പ്രാധാന്യത്തോടുകൂടിയുള്ള ഒരു ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇതിനുശേഷം ഭക്തജനങ്ങൾക്കായി അന്നദാനമുണ്ട്. ഈ വിശിഷ്ട കർമ്മത്തിൽ പങ്കെടുക്കാൻ ഈ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തുള്ളവരുമായിട്ടുള്ള ഭക്തജനങ്ങൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ അനേകം ഭക്തജനങ്ങൾ മംഗളകർമ്മത്തിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം വക അന്നദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.